വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ആ കേസ് നമ്മൾ ഒരിക്കലും മറന്നിട്ടുണ്ടാകില്ലല്ലോ അല്ലേ? കാരണം അത്രമാത്രം സങ്കടപ്പെടുത്തിയതാണ്, വേദനിപ്പിച്ചതാണ് ആ സംഭവം. ഏതായാലും ആ കേസിലെ പ്രതിയായ അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമെന്നതാണ് അതിന്റെ നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരുപക്ഷെ ഇന്നും വീണ്ടും തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട്. ഇയാൾ ഈ ചുറ്റിക വാങ്ങിയ കട, ഒപ്പം തന്നെ മാല വാങ്ങിയ സ്ഥാപനം, ഇവിടെങ്ങളിലൊക്കെ തെളിവെടുപ്പിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞു കേൾക്കുന്നൊരു പ്രധാനപ്പെട്ട വിവരം. മാനസ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, ഗുഡ് മോർണിംഗ്. ആദ്യം വനിതാ ദിനാശംസകൾ. താങ്ക് യു മനു. അപ്പോൾ എന്താണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ളത്? ഇന്ന് വീണ്ടും തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ടോ? അഫാനയും കൊണ്ട് അയാളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. ഇന്ന് തിരികെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ദിവസമല്ലേ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീക്കം തന്നെയാണ് പോലീസിന്റെ മുമ്പിൽ ഇന്ന് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. പ്രതി യാതൊരുവിധ കൂസലുമില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നത് എന്നത് ആണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു നാടിനെ അല്ലെങ്കിൽ കേരളത്തെ മൊത്തം തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊല ചെയ്യുന്ന ഒരു സാഹചര്യം. അതിൽ ഉമ്മ മാത്രം ജീവിച്ചിരിക്കുന്നു. ഒപ്പം ഈ അഫാന്റെ ഈ കേസിൽ പാങ്ങോട് പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ പിതൃമാതാവിനെ കൊല ചെയ്ത കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത്. ഇന്നാണ് കസ്റ്റഡി അപേക്ഷ അവസാനിക്കുന്നത്. അതിനിടെ എല്ലാ തെളിവെടുപ്പും നടത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെ ഇനി പ്രതി ഈ പിതൃമാതാവിന്റെ മാല പൊട്ടിച്ച ശേഷം ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കാൻ പോയിരുന്നു. ആ സ്ഥാപനത്തിലേക്കാണ് ഇന്ന് തെളിവെടുപ്പിനായി പോവുക. ശേഷം ഈ പണം ATM നിക്ഷേപിച്ചു എന്നാണ്, ATM എടുക്കാൻ പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നു. ATM ഒപ്പം തന്നെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങാൻ പോയ കട, ഈ 3 സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തേണ്ടത്. ശേഷമായിരിക്കും നെടുമങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക എന്നതാണ് അറിയാൻ സാധിച്ചത്. ഇതിന് പിന്നാലെയാണ് മറ്റ് 2 കേസുകളിലേക്കുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാൻ തീരുമാനിക്കുന്നത്. പിതൃ സഹോദരൻ്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഒപ്പം തന്നെ അനുജന്റെയും സുഹൃത്തിൻ്റെയും മരണത്തിൽ കൊലപാതകത്തിൽ വെഞ്ഞാറമൂട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. ശേഷമായിരിക്കും ഈ 2 കേസുകളുടെയും തെളിവെടുപ്പ് നടക്കേണ്ടത്. ഏതായാലും കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തെളിവെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി രാവിലെ പ്രതി അഫാന് തലകറക്കം പോലുള്ള സംഭവങ്ങളൊക്കെയും ഉണ്ടായതാണ്. വൈകുന്നേരത്തോടുകൂടി തെളിവെടുപ്പ് നടത്തേണ്ടി വന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ തെളിവെടുപ്പൊക്കെയും നടത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു പോലീസ്. മാത്രമല്ല, നാട്ടുകാരുടെയും പ്രതിഷേധം, ഇത്തരത്തിൽ വലിയൊരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ നാട്ടുകാരുടെയും പ്രതിഷേധവും ഒപ്പം വീട് വളയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും കണക്കിലെടുത്ത് അതിവേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ ഇതൊക്കെയും തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിയുടെ ഭാഗത്ത് നിന്ന് രാവിലെ തന്നെ ഉണ്ടായത്. ശേഷം വൈകിട്ടോടുകൂടി തെളിവെടുപ്പ്, ഈ പിതൃമാതാവിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയായിരുന്നു. തുടർന്ന് അതിന്റെ ബാക്കി നടപടികൾ ഇന്ന് നടക്കാനിരിക്കുകയാണ്. മനു. ശരി മനസ്സ, ഓക്കെ, താങ്ക് യു. മാനസയാണ് രാവിലെ നമ്മളോട് ഈ വിവരങ്ങളെല്ലാം പങ്കുവച്ചത്. ഏതായാലും ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് വീണ്ടും തെളിവെടുപ്പിനുള്ള സാധ്യതകളെക്കുറിച്ചാണ് മാനസ സംസാരിച്ചത്.